ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. സോ നമ്മുടെ ഓണം എക്സാം ഏകദേശം ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ടല്ലേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്കൊന്ന് നിങ്ങൾ ഭയങ്കര ലക്കി ആട്ടോ. കാരണം +1 ഈ വർഷം ടെക്സ്റ്റ് മാറിയിരിക്കുകയാണ്. അവർക്ക് PYQ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് ഇപ്പോഴും അല്ലേ PYQ എന്ന് പറഞ്ഞ വലിയൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് തന്നെ ഏറ്റവും നല്ല എന്താണ്, അത് നോക്കി കൂടുതൽ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല എന്താണ്, നിങ്ങൾ PYQs എന്തോരം PYQs കിട്ടുമോ അത്രയും PYQs കളക്ട് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കി അതിനുള്ള ആൻസർ എഴുതി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 3 Ls ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞ ലെസൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു essay ആണ്. അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു essay ആണ് കേട്ടോ. സോ രണ്ട് ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻസ്, അല്ലെ രണ്ടല്ല ഒരുപാട്, അതായത് പല രീതിക്ക് ചായ മാറ്റി ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. വിമൻ എംപവർമെന്റ്, ദ കീ ടു എ ബെറ്റർ സൊസൈറ്റി. Prepare an essay based on the ideas presented by Christine Lagarde in her speech, The 3 Ls of Empowerment. Maybe അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ how can the 3 Ls, learning, labor and leadership, help in achieving women empowerment? Prepare an essay. So ഇങ്ങനെയൊക്കെയുള്ള രീതിക്ക് essays ആയിട്ടും റൈറ്റപ്സ് ആയിട്ടൊക്കെ 8 മാർക്കിന് പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള, അതായത് ആ ഒരു ലെസൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു essay ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മളിങ്ങനെ ബ്ലാ എന്ന് പറഞ്ഞ മേലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. സോ അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപേ മക്കളെ ഞാനൊരു കാര്യം പറ്റേ, നമ്മുടെ എജുപോർട്ടിന്റെ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. +2 എത്തിയ ഒരു കുട്ടീൻ്റെ ഒരിക്കലും ഞാൻ ആപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സ്ക്രോൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത്, എനിക്കൊന്നും ഇപ്പം എല്ലാ സബ്ജക്ട്സിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രീ ആണെന്നാ തോന്നുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കയറിയിട്ട് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണ്, നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യണം. കാരണം ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം അല്ലെ. നമുക്ക് ഓൾറെഡി നമ്മൾ ഓണം എക്സാം ഒക്കെ ആവാനായതാണ്. ഓണം എക്സാമിന് ഒരു പ്രാക്ടീസ് ആയിട്ട് കാണുക. കാരണം നമുക്ക് ഇനി മുന്നോട്ട് എന്താണ്, നമുക്ക് നമ്മുടെ ഏറ്റവും മെയിൻ എക്സാം നമ്മളെ മോഡലും പബ്ലിക്കും ഒക്കെ ആണല്ലേ. സോ അതിലേക്ക് നല്ലൊരു സ്കോർ കിട്ടണം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് +1 റിസൾട്ട് വന്ന സമയത്ത് കുറേ പേര് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, എനിക്കൊന്ന് ഒരുപാട് പേർക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. സോ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനും താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് അല്ലാണ്ട് വേറെ ബാച്ച് ഒബ്വിയസ്ലി തുടങ്ങുന്നുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മുടെ ഓൾറെഡി നമ്മുടെ എജുപോർട്ടിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇംപ്രൂവ്മെന്റും ഫ്രീ ആയിരിക്കും. ഇംഗ്ലീഷിന്റെ ഒരു ഫൗണ്ടേഷൻ ഫ്രീ ഉണ്ട്, മാത്സ് ഫൗണ്ടേഷൻ ഫ്രീ ഉണ്ട്, ലാബ് ക്ലാസ്സസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ഒരു എസ്സേയിലേക്ക് പോവാം. ഒരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ എപ്പോഴും എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, വിമൻ എംപവർമെന്റ്, ദ കീ ടു എ ബെറ്റർ സൊസൈറ്റി. അത് മിക്കവാറും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ആ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ ഇടാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുക, അതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കുക, എന്തിനെ കുറിച്ചാണ് നമ്മളടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞത്, നമ്മുടെ ടോപ്പിക് എന്താണ്, ആ ടോപ്പിക് ആണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വിമൻ എംപവർമെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് എവറി നേഷൻ. എ സൊസൈറ്റി ക്യാൻ ഡെവലപ്പ് ഓൺലി വെൻ വിമൻ ആർ ഗിവൻ ഈക്വൽ റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെസ്പെക്ട്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ള ഏതൊരു രാജ്യത്തിന്റെയും ഒരു ഡെവലപ്മെന്റ് പിന്നിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രസ്സിന് എന്താണ്, വിമൻ എംപവർമെന്റ് അത്യാവശ്യമാണ്. ആൻഡ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അല്ലെ പ്രോഗ്രസ്സിലേക്ക് പോകണമെങ്കിൽ എന്താണ്, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും റെസ്പെക്റ്റും കൊടുത്തിട്ടുണ്ടാവണം. ഇൻ ഹെർ സ്പീച്ച് ദ 3 Ls ഓഫ് എംപവർമെന്റ്, Christine Lagarde explains that women empowerment can be achieved through learning, labor and leadership. So ഇത് നല്ലൊരു മെയിൻ പോയിന്റ് ആണല്ലേ. നമ്മൾ ആ ഒരു ലെസൻ്റെ അകത്തുള്ള മെയിൻ അല്ലെങ്കിൽ നമ്മുടെ എസ്സേൻ്റെ അകത്ത് നമ്മൾ ആ ഒരു കാര്യം എഴുതുകയാണ്. ഇത് ആരുടെ എസ്സേ ആണ്, അല്ലെങ്കിൽ ആ എസ്സേന്റെ ടൈറ്റിൽ എന്താണ് അല്ലേ. സോ speech. So in her speech, the 3 Ls of empowerment, Christine Lagarde, so അവിടെ കണ്ടോ പേര് രണ്ടും അവിടെ വന്നു, Christine Lagarde explains that, അവരെന്താണ് അതിനകത്ത് പറയുന്നത്, women empowerment can be achieved through ഏതൊക്കെയാണെടാ, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ 3 എല്ലുകൾ ഉണ്ടെങ്കിൽ എന്താണ് വിമൻ എംപവർമെന്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ് ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്നത്. സോ ഇത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പാരഗ്രാഫ് പോലെ കൊടുക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എംപവർമെന്റ് ഇസ് ലേണിംഗ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള
ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആ ചാപ്റ്റർ പഠിക്കാനും നിങ്ങൾ ഈ ഒരു എസ്സേ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലേണിംഗ് ആണ് അല്ലേ? ലേണിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഗിവ്സ് വിമൻ നോളജ്, കോൺഫിഡൻസ് ആൻഡ് എബിലിറ്റി ടു മേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ. അപ്പം ഒരു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വുമൺ എന്നല്ല ഏതൊരു വ്യക്തിക്കും അല്ലെ ഒരു ഇൻഡിവിജ്വലിന് എന്താണ് നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്, കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ആൻഡ് എബിലിറ്റി ടു മേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് അല്ലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദം ഓവർകം പോവർട്ടി, ഇഗ്നോറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അല്ലെ. അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ നമുക്ക് ഇഗ്നറൻസിനെ, പോവർട്ടീനെ, ഇതിനൊക്കെയും മറികടക്കാൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് ക്രിസ്റ്റ്യൻ ലഗാർഡെ സേസ്, ഇഫ് യു ക്യാൻ എഡ്യൂക്കേറ്റ് എ ഗേൾ യു ക്യാൻ ട്രെയിൻ എ വില്ലേജ് അല്ലെ. അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആ സ്പീച്ചിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, അങ്ങനെയുള്ള കോഡ്സ് ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, രണ്ട് ഇൻവേർട്ടഡ് കോമയിൽ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ആ കോട്ട് ആ സ്പീച്ചിൻ്റെ അകത്ത് അവർ പറഞ്ഞ അതേ കാര്യം അതുപോലെ എഴുതാണ്. എന്താ പറയുന്നത്? ഇഫ് you can educate a girl you can train a village. ഒരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വില്ലേജിനെ തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളത് അല്ലേ. An educated woman can build a stronger family and a better society. So that's the ഫസ്റ്റ് റോൾ ആർക്കാണ്? എഡ്യൂക്കേഷൻ ആണ്. ദെൻ സെക്കൻഡ് റോൾ ആർക്കാണ്? ലേബർ ആണ് അല്ലേ. സെക്കൻഡ് റോൾ ലേബറിനാണ്. വിമൻ ഷുഡ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ആൻഡ് ഏൺ എ ലിവിങ്. അപ്പൊ സ്ത്രീകൾക്കും എന്താണ്, ഒരേപോലത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ജീവിക്കാൻ അല്ലെ. അവർക്ക് ജോലി എടുത്ത് ജീവിക്കാനുള്ള ഒരേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്ന് പറയാണ്. ദേ ഷുഡ് റിസീവ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആൻഡ് ഷുഡ് നോട്ട് ഫേസ് ഡിസ്ക്രിമിനേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ് അല്ലെ. തുല്യ വേതനം എല്ലാവർക്കും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചെയ്യുന്ന ജോലിക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെ അതേ ഒരു ഈക്വൽ ആയിട്ടുള്ള പേ കൊടുക്കണം എന്ന് പറയാണ്. Governments should make laws that ensure equal rights, better education, healthcare and job opportunities for women. അല്ലെ. അപ്പം ഗവൺമെന്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈക്വൽ ആയിട്ടല്ലേ എല്ലാവർക്കും ഒരേപോലത്തെ റൈറ്റ്സ് കൊടുക്കുക, ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാം, ദെൻ ഹെൽത്ത് കെയർ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലേഡീസിനായിട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് വേണമെങ്കിൽ നമ്മുടെ പുതിയ പ്രിയദർശിനിനെ കുറിച്ച് വരെ നിങ്ങൾക്ക് എഴുതാം. പ്രിയദർശിനി എന്ന് പറയുന്ന ബസ് യാത്രനെ കുറിച്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി കഴിയും. കാരണം ഗവൺമെന്റ്സ് ഇങ്ങനെയുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ദെൻ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഹെൽപ്സ് വിമൻ ലീഡ് എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്. ആ ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്താണ്, കയ്യിൽ സ്വന്തമായിട്ട് നമ്മൾ സമ്പാദിച്ച കാശ് വരുന്ന സമയത്ത് ഏതൊരു ലേഡിക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, വളരെയധികം പ്രൗഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, തേർഡ് വൺ എന്താണ്, ലീഡർഷിപ്പ് ആണ് അല്ലെ. ലീഡർഷിപ്പ് ആണ്. വിമൻ ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദേ ക്യാൻ ബിക്കം സക്സസ്ഫുൾ ലീഡേഴ്സ് ഇൻ എവറി ഫീൽഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രിയദർശിനിന്റെ കാര്യം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ എക്സാമിൽ നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഈ +2 ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും നിങ്ങൾ അത് എങ്ങനെ പഠിച്ചു എന്നുള്ളതും കൂടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യത്തിനെ നിങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും കൂടിയാണ് +2 എക്സാമിന് വിലയിരുത്തുന്നത്. ഇപ്പൊ SLC വരെ അല്ലെങ്കിൽ ആക്ച്വലി SLC വരെ ഉള്ളൂ അത് എന്ത് ടെക്സ്റ്റിൽ പഠിച്ച അതേ കാര്യം എഴുതാന്നുള്ളത്. +1 +2 എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ആണ്. അതായത് നമ്മുടെ ഐഡിയാസും നമ്മുടെ ചിന്തകളും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഒരു ആൻസർ ഷീറ്റിനെ ഒരു ടീച്ചർ വിലയിരുത്തുന്നത്. ഓക്കെ, ദെൻ സോ മൂന്നാമത്തെ സ്റ്റെപ്പ് ലീഡർഷിപ്പ് ആണ്. വിമൻ ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദേ ക്യാൻ ബിക്കം സക്സസ്ഫുൾ ലീഡേഴ്സ് ഇൻ എവറി ഫീൽഡ്. കുറച്ച് നല്ല വിമൻ ലീഡേഴ്സിന്റെ പേര് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ദേ പൊസസ് ക്വാളിറ്റീസ് സച്ച് ആസ് കമ്പാഷൻ, കോപ്പറേഷൻ, പേഷ്യൻസ് ആൻഡ് ഗുഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അല്ലെ. അപ്പം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ആർക്കുണ്ട്, ലേഡീസിനുണ്ട് എന്നുള്ളത് പറയാം. However, many women hesitate to make leadership roles because of fear and lack of confidence അല്ലെ. അപ്പൊ അതായത് നല്ല രീതിക്ക് ലീഡർഷിപ്പ് റോൾസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസിന് കഴിയും. പക്ഷെ അവർ മിക്കവാറും അല്ലെങ്കിൽ പലപ്പോഴും ബാക്ക് അടിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്, ബിക്കോസ് ഓഫ് ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. പേടി കൊണ്ടും ആ കോൺഫിഡൻസ് കുറവുകൊണ്ടും മാത്രമാണ് അല്ലെ. ക്രിസ്റ്റ്യൻ ലഗാർഡെ എൻകറേജസ് വിമൻ ടു ഡെയർ ദ ഡിഫറൻസ് ബൈ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദിയർ കംഫർട്ട് സോൺ ആൻഡ് ഫേസിങ് ചാലഞ്ചസ് വിത്ത് കറേജ് അല്ലെ. കറേജോട് കൂടിയിട്ട്, ധൈര്യത്തോട് കൂടിയിട്ട് ചാലഞ്ച് ഫേസ് ചെയ്യാനാണ് ക്രിസ്റ്റ്യൻ ലഗാർഡെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ലേഡീസിനെ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ
നമ്മുടെ ആ ലെസന്റെ അകത്ത്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ലെസന്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന വല്ല കാര്യങ്ങളും നിങ്ങൾ എക്സാമിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുന്നുണ്ടെന്നാണെങ്കിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ നിങ്ങൾക്ക് അതിങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് തരുന്ന സംഗതികളാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കോഡ്സ് അതുപോലെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ഏകദേശം അതിനെ കൺക്ലൂഡ് ചെയ്യാണ്. വിമൻ എംപവർമെന്റ് ഇസ് നോട്ട് ഓൺലി എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബട്ട് ഓൾസോ ആൻ എക്കണോമിക് നെസസിറ്റി. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, എന്താണ്, എക്കണോമിക് ആയിട്ടല്ലേ. ഒരു ഫാമിലി നടന്നു പോകണമെങ്കിൽ ഇപ്പൊ ഒരിക്കലും ഒരാളുടെ ജോലി കൊണ്ട് കഴിയില്ല അല്ലെ, ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാം കേട്ടോ. വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഈക്വലി ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, ദ എൻറ്റയർ നേഷൻ ബെനിഫിറ്റ്സ്. അല്ലെ, രണ്ടുപേരും, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലി ആയാലും ഒരു സൊസൈറ്റി ആണെങ്കിലും ഒരു നേഷൻ ആണെങ്കിലും ഗ്രോത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറയാം. ഫാമിലീസ് ബിക്കം സ്ട്രോങ്ങർ, ബിസിനസ് ഗ്രോ ആൻഡ് സൊസൈറ്റീസ് ബിക്കം മോർ ഇൻക്ലൂസീവ് ആൻഡ് പ്രോഗ്രസീവ്. ദെൻ നമ്മൾ അതിനെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ വേറെ എന്താണ്, ഓവറോൾ, ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഓവറോൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. The 3 L's, learning, labor and leadership, are the pillars of women empowerment. So എന്താണ് ആ 3 Lകൾ അല്ലേ, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ആണ് എന്ത് 3 L's of women empowerment എന്നുള്ള പോയിന്റ് പറയാം. Governments, families and society should work together to provide equal opportunities for women. അല്ലെ, ഒരു ഗവൺമെന്റ് മാത്രം ചിന്തിച്ചാൽ പോരാ, എന്താണ്, ഗവൺമെന്റും സൊസൈറ്റിയും ഒരു കുടുംബവും അല്ലെ, എല്ലാ കുടുംബങ്ങളും എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് ചിന്തിക്കണം, ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. Only then can we build a just, പ്രോസ്പെറസ് ആൻഡ് ജെൻഡർ ഈക്വൽ വേൾഡ്. കണ്ടോടാ, നമ്മളിപ്പം ഈ എഴുതിയ ഒരു എസ്സേൻ്റെ അകത്ത് ആ ഒരു സ്പീച്ചിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊരു എസ്സേ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സ്, ഇതെല്ലാം കാണാപ്പാഠം പഠിക്കണം എന്നോ ബൈ ഹാർട്ട് ചെയ്ത് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ എസ്സേൻ്റെ അകത്ത് നിങ്ങൾ കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ആ ഒരു എസ്സേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഇനി എന്ത് ക്വസ്റ്റൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇനി നിങ്ങൾ പറയുന്ന വീഡിയോയിൽ നെക്സ്റ്റ് അതിൽ കാണാം. ഓക്കെ, ശരി, ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.